സോ നമ്മൾ ക്രോമോസോമിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഒരു ഹ്യൂമൻ സെല്ലിൽ നമുക്ക് 23 pairs ഓഫ് ക്രോമോസോം ആണ് കാണാൻ പറ്റുന്നത്. 23 pairs ഓഫ് ക്രോമോസോം. ഈ 23 pairs ഓഫ് ക്രോമോസോം രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ ഓട്ടോസോംസ്, രണ്ടാമത്തേന്ന് പറയുന്നത് സെക്സ് ക്രോമോസോം ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ഓട്ടോസോംസ് എന്ന് പറയുന്നത് 22 pairs ഉണ്ട്. വൈൽ സെക്സ് ക്രോമോസോമിന് ഒറ്റ ഒരു പെയറേ ഉള്ളൂ. ഒരു പെയർ ഓഫ് ക്രോമോസോംസ് എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് ഒരു ക്രോമോസോം രണ്ട് ക്രോമോസോംസ് ഉണ്ടായിരിക്കും. സോ ദാറ്റ് മീൻസ് that 2 into 23 is equal to 46. ഒരു ഹ്യൂമൻ സെല്ലിനകത്ത് 46 നമ്പർ ഓഫ് ക്രോമോസോംസ് ഉണ്ട്. 46 നമ്പർ ഓഫ് ക്രോമോസോം. അതുപോലെ തന്നെ ഒരു ഹ്യൂമൻ സെല്ലിനകത്ത് 23 pairs ഓഫ് ക്രോമോസോംസ് ഉണ്ട്. അതാണ് അതിന്റെ ഡിഫറൻസ്. നമുക്ക് ഡിസോർഡേഴ്സിനെ പറ്റി പഠിക്കുമ്പോഴത്തേക്കും അറിയാം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കണം അല്ലേ? അപ്പൊ ക്രോമോസോംസിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിലാണ് അതിനെ ക്രോമോസോമൽ ഡിസോർഡർ എന്ന് വിളിക്കുന്നത്. ഇത് ആക്ച്വലി 3 പ്രശ്നങ്ങൾ വരാം. ഒന്നെങ്കിൽ ക്രോമോസോം ആബ്സെന്റ് ആവും. ഏതെങ്കിലും ഒരു ക്രോമോസോം ഇതിനകത്തുനിന്ന് ആബ്സെന്റ് ആവും. സോ ലെറ്റ്സ് സേ ഈ ഒരു ക്രോമോസോം ഡിസപ്പിയർ ആയി. അപ്പൊ അതൊരു ക്രോമോസോമൽ ഡിസോർഡർ ആയിട്ട് മാറി. അല്ലെങ്കിൽ എക്സസ് ഓഫ് ക്രോമോസോം, കൂടുതൽ ക്രോമോസോംസ് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പൊ ഇവിടെ 2 എക്സ്ട്രാ ക്രോമോസോം, ഒരു എക്സ്ട്രാ ക്രോമോസോമും കൂടെ വന്നെന്ന് വെച്ചോ. അപ്പൊ ഇതും ഒരു ഡിസോർഡർ ആണ്. ഇത് രണ്ടും അല്ലെങ്കിൽ വേറെ ഒരെണ്ണം കൂടിയുണ്ട്, അബ്നോർമൽ അറേഞ്ച്മെന്റ്. എന്താണ് അബ്നോർമൽ അറേഞ്ച്മെന്റ് എന്ന് വെച്ചാൽ ഒരു ക്രോമോസോമിന് ഇപ്പം ഈ ഒരു ഭാഗം, ക്രോമോസോമിന്റെ ഈ ഒരു ഭാഗം കളഞ്ഞു പോയെന്ന് വെച്ചോ, ഒരു ക്രൊമാറ്റിഡ് പോയെന്ന് വെച്ചോ. അപ്പൊ ഇതും ഒരു ക്രോമോസോമൽ ഡിസോർഡറിലേക്ക് പോവാം. സോ അതാണ് നമുക്ക് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ്. ഫർദർ ടോപ്പിക്കിലേക്ക് പോകുമ്പോഴത്തേക്കും 2 ടേംസ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ കാണാൻ പറ്റും. അന്യൂപ്ലോയിഡിയും പോളിപ്ലോയിഡിയും. അന്യൂപ്ലോയിഡി, പോളിപ്ലോയിഡി. സോ ആദ്യം നമുക്ക് അന്യൂപ്ലോയിഡിയിലേക്ക് കടക്കാം. സോ നമ്മൾ സെൽ ഡിവിഷൻ 11th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. അപ്പം ഡ്യൂറിങ് സെൽ ഡിവിഷൻ ഈ നമ്മൾ ആണെങ്കിൽ ക്രൊമാറ്റിഡ്സ് സെഗ്രിഗേറ്റ് ചെയ്യുന്ന ഒരു ഫേസ് വരാറുണ്ട് അല്ലെ? ക്രൊമാറ്റിഡ്സ് സെഗ്രിഗേറ്റ് ചെയ്യും. അപ്പൊ ഈ ക്രൊമാറ്റിഡ്സ് സെഗ്രിഗേറ്റ് ചെയ്ത് 2 സ്ഥലത്തേക്ക് പോകും. അപ്പൊ അഥവാ ഈ ക്രൊമാറ്റിഡ്സ് സെഗ്രിഗേഷൻ ചെയ്തില്ല എന്ന് വെച്ചു. സോ ക്രൊമാറ്റിഡ്സ് ഡ്യൂറിങ് സെൽ ഡിവിഷൻ, ക്രൊമാറ്റിഡ്സ് fail to segregate. സോ ഈ ക്രൊമാറ്റിഡ്സ് സെഗ്രിഗേറ്റ് ചെയ്യാൻ വേണ്ടി ഫെയിൽ ആയാൽ എന്ത് പറ്റും? ദാറ്റ് റിസൾട്ട്സ് ഇൻ മേ ബി എക്സസ് അല്ലെങ്കിൽ ഒന്നെങ്കിൽ അത് എക്സസ് amount ഓഫ് ക്രോമോസോംസിന് വേണ്ടി വഴി കൊടുക്കും, അല്ലെങ്കിൽ അതൊരു ലോസ് ഓഫ് ക്രോമോസോം. ഒന്നെങ്കിൽ അതാണെങ്കിൽ ഒരു ഗെയിൻ ഓഫ് ക്രോമോസോം ആയിരിക്കും, എക്സസ് വരും, കൂടുതലുണ്ടാവും, റൈറ്റ്? അല്ലെങ്കിൽ അതൊരു ലോസ് ഓഫ് ക്രോമോസോം ആയിരിക്കും, ഒരു ക്രോമോസോം കുറഞ്ഞു വരും. സോ അത്രേ ഉള്ളൂ. അന്യൂപ്ലോയിഡി മീൻസ് ദാറ്റ് ഡ്യൂറിങ് സെൽ ഡിവിഷൻ ദി ക്രൊമാറ്റിഡ്സ് അല്ലെ, ഈ ക്രൊമാറ്റിഡ്സ് ദേ ഫെയിൽ ടു സെഗ്രിഗേറ്റ്. അവർ സെപ്പറേറ്റ് ആവത്തില്ല. അപ്പം അത് എക്സസ് ക്രോമോസോം അല്ലെങ്കിൽ പറയുന്ന പോലെ ആബ്സെൻസ് ഓഫ് ക്രോമോസോം ഉണ്ടാക്കും. സോ ഒന്നെങ്കിൽ കൂടുതൽ ക്രോമോസോം വരും അല്ലെങ്കിൽ കുറച്ച് ക്രോമോസോം വരും.
So during cell division, the chromatids of the chromosome fail to separate, and which leads to excess or loss of chromosome. Okay, അപ്പം അത് കഴിഞ്ഞിട്ട് വരുന്നത് പോളിപ്ലോയിഡി അല്ലെ. ഈ പ്ലോയിഡി എന്നൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടായിരിക്കും ഡിപ്ലോയിഡ് ഓർഗാനിസം അല്ലെങ്കിൽ ഹാപ്ലോയിഡ് ഓർഗാനിസം അല്ലെ. അപ്പൊ ഡിപ്ലോയിഡ് എന്ന് പറയുന്നത് 2n, ഹാപ്ലോയിഡ് പറയുന്നത് n. സോ നമ്പർ ഓഫ് ക്രോമോസോംസ് ആണ് അല്ലെ, നമ്പർ ഓഫ് ക്രോമോസോംസ്. അപ്പൊ ഈ പോളിപ്ലോയിഡി എന്ന് പറയുമ്പോഴത്തേക്കും ഇതിനേക്കാളും ഒക്കെ കൂടുതൽ 2n, എന്നും 2n ഒന്നുമല്ല 3n 4n ഒക്കെ വരുന്നതായിരിക്കും അത്. സോ അതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ഈ സൈറ്റോകൈനസിസ്, ഈ സെൽ ഡിവിഷനിൽ തന്നെയാണ് ഇതും സംഭവിക്കുന്നത്. ഈ ടെലോഫേസ് എന്ന് പറയുന്നത് ഒരു അവസാനത്തെ ഫേസ് ഉണ്ടല്ലോ, ഈ ടെലോഫേസിന്റെ സമയത്ത് അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് സൈറ്റോകൈനസിസ് ഉണ്ടാവും. സൈറ്റോകൈനസിസ് എന്ന് വെച്ചാൽ നമ്മളുടെ സൈറ്റോപ്ലാസം ഇല്ലേ, നമ്മുടെ സൈറ്റോപ്ലാസം സെപ്പറേറ്റ് ആവും. സെപ്പറേറ്റ് ആവുന്നതിനാണ് ഈ സൈറ്റോകൈനസിസ് എന്ന് പറയുന്നത്. അപ്പൊ പോളിപ്ലോയിഡിയിൽ ടെലോഫേസ് കഴിഞ്ഞിട്ട് സൈറ്റോകൈനസിസ് വരുമ്പോഴത്തേക്കും ഫെയിലിയർ ഓഫ് സൈറ്റോകൈനസിസ് അഥവാ ഉണ്ടായില്ലെങ്കിൽ എന്നാ പറ്റും? There will be an increase in a whole set of chromosome. Whole set of chromosome. So പോളിപ്ലോയിഡിയും അന്യൂപ്ലോയിഡിയും തമ്മിലുള്ള മെയിൻ വ്യത്യാസം അതാണ്. അന്യൂപ്ലോയിഡിയിൽ നമ്പർ ഓഫ് ക്രോമോസോംസ് ആയിരിക്കും ഇൻക്രീസ് ഓർ ഡിക്രീസ് ചെയ്യാം. ഇതിനകത്ത് പോളിപ്ലോയിഡി എന്ന് പറയുന്ന ഒരു ഹോൾ സെറ്റ് ഓഫ് ക്രോമോസോം ആണ് എന്നത് ഇൻക്രീസ് ആവുന്നത്. സോ ലെറ്റ്സ് സേ ദാറ്റ് ഈ ഒരു ക്രോമോസോം അല്ലേ, ഈ ഒരു ക്രോമോസോമിനകത്ത് സെഗ്രിഗേഷൻ നടന്നില്ല, എന്ന് വെച്ചാൽ ഈ സൈറ്റോകൈനസിസ് നടന്നില്ല, സൈറ്റോപ്ലാസം ഡിവൈഡ് ആയില്ല. അപ്പൊ ഇതിനകത്ത് 3 സെറ്റ് ക്രോമോസോം ഉണ്ടായിരിക്കും. ഇത് ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. സോ ഈ 3 ക്രോമോസോം ഒറ്റ ഒരു സെല്ലിനകത്ത് ഉണ്ടാവുകയാണെങ്കിൽ അതെങ്ങനെയായിരിക്കും? 3 ആവില്ലേ, 3n. അപ്പൊ 3 into 23 pairs ഉണ്ടെന്ന് വെച്ചു, ഇങ്ങനത്തെ 23 എണ്ണങ്ങൾ ഉണ്ടെന്ന് വെച്ചു, 3 into 23 എന്ന് വരും അല്ലേ. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് കംപ്ലീറ്റ്ലി ആ ഒരു കംപ്ലീറ്റ് സെറ്റിനെയാണ് ബാധിക്കുന്നത്, അല്ലാതെ ജസ്റ്റ് ഒരു 1 or 2 ക്രോമോസോമിനെ അല്ല, ക്രോമോസോമൽ പെയറിനെ അല്ല ബാധിക്കുന്നത്, ബട്ട് ഒരു കംപ്ലീറ്റ് സെറ്റ് ഓഫ് ക്രോമോസോംസിനെയാണ് ബാധിക്കുന്നത് അല്ലേ. അപ്പൊ അതാണ് പോളിപ്ലോയിഡി കഴിയുമ്പോഴത്തേക്കും നമുക്ക് രണ്ട് ടേംസ് ഉണ്ട്. ട്രൈസോമി അല്ലെങ്കിൽ മോണോസോമി. ട്രൈസോമി അല്ലെങ്കിൽ മോണോസോമി. സോ ആദ്യം ഇതെന്താണെന്ന് മനസ്സിലാക്കാം. ഈ ട്രൈസോമിക്കകത്ത് നമ്മൾ എക്സ്ട്രാ ഒരു ഓൾറെഡി എക്സിസ്റ്റിംഗ് 2 ക്രോമോസോം ഉണ്ടെന്ന് വെച്ചു. ഉണ്ട്. അതിൻ്റെ അകത്തേക്ക് ഒരു ക്രോമോസോം കൂടെ എക്സ്ട്രാ വന്ന അതപ്പം 3 ക്രോമോസോമായി മാറൂലേ, 3 ക്രോമോസോമായി മാറും. ഇതിനെയാണ് ട്രൈസോമി എന്ന് പറയുന്നത്. 3 ക്രോമോസോം ഒരുമിച്ചിരിക്കുന്നതിനാണ് നമ്മൾ ട്രൈസോമി എന്ന് പറയുന്നത്. അടുത്ത് വരുന്നത് മോണോസോമി. മോണോ എന്ന് പറഞ്ഞാൽ 1, ട്രൈ എന്ന് പറഞ്ഞാൽ 3 അല്ലേ. അപ്പൊ അങ്ങനെ ഒരു ഇതിൽ പോയാൽ മോണോ എന്ന് പറഞ്ഞാൽ 1. അപ്പം നിങ്ങൾ നോക്ക്, മറ്റേ സ്ഥലത്ത് നിന്ന് ഒരു ക്രോമോസോം വന്നില്ല. നമ്മുടെ മദറിന്റെ കയ്യിൽ നിന്ന് നമുക്കൊരു എക്സ് ക്രോമോസോം കിട്ടിയെന്ന് വെച്ചു, പക്ഷെ ഫാദറിന്റെ കയ്യിൽ നിന്ന് ഇവിടേക്ക് ഒരു എക്സ് ക്രോമോസോം എത്തിയില്ല. ഇത് X0 ആണ്, ഇതിനകത്ത് ക്രോമോസോം ഇല്ലെന്നാണ് ഇത് അർത്ഥം. അപ്പം X0
ഇവിടെ ഒരു ക്രോമോസോം അപ്പം ഇല്ല, സോ ആബ്സെൻസ് ആയി. അവിടെ ഇപ്പം എന്നാ ഒറ്റ ഒരു ക്രോമോസോം മാത്രമേ ഉള്ളൂ. സോ അതിനെയാണ് നമ്മൾ മോണോസോമി എന്ന് പറയുന്നത്. ഒറ്റ ഒരു ക്രോമോസോം മാത്രമായിട്ടിരിക്കുന്ന സാധനത്തിനാണ് നമ്മൾ മോണോസോമി എന്ന് പറയുന്നത്. അതേപടി ട്രൈസോമി എന്ന് പറയുന്നത് എക്സ്ട്രാ സെറ്റ് ക്രോമോസോം കൂടെ വരുമ്പോഴത്തേക്കും 3 ക്രോമോസോംസ് വരുമ്പം നമ്മൾ അതിനെ ട്രൈസോമി എന്ന് വിളിക്കും. ഈ ട്രൈസോമി മോണോസോമി ബേസ്ഡ് ആയിരിക്കും നിങ്ങൾ അടുത്ത് പഠിക്കാൻ പോകുന്ന എക്സാമ്പിൾസ്, ക്രോമോസോമൽ ഡിസോർഡേഴ്സിന്റെ എക്സാമ്പിൾസ്. ഫസ്റ്റ്ലി നമുക്കുള്ളത് ഡൗൺ സിൻഡ്രോമാണ്. ഡൗൺ സിൻഡ്രോം. ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത് ലാങ്ഡൺ ഡൗൺ ആണ് കണ്ടെത്തിയത്. ലാങ്ഡൺ ഡൗൺ. അപ്പൊ ലാങ്ഡൺ ഡൗൺ ആണ് ഇത് ആദ്യമായിട്ട് ഡിസ്ക്രൈബ് ചെയ്തത്. ഈ ഡൗൺ സിൻഡ്രോം എന്താണ്, ഡൗൺ സിൻഡ്രോം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്ന് ലാങ്ഡൺ ഡൗൺ ആണ് ആദ്യം ഡിസ്ക്രൈബ് ചെയ്ത്. അത് ഇൻ ദ ഇയർ 1868. ഓക്കെ, ഇൻ ദ ഇയർ 1866 ലാങ്ഡൺ ഡൗൺ. അപ്പൊ ഇത് എന്നതാന്ന് വെച്ചാൽ, ഞാൻ ഓൾറെഡി പറഞ്ഞു നമുക്ക് 23 pairs ഓഫ് ക്രോമോസോംസ് ഉണ്ടത് അല്ലെ, 23 pairs ഓഫ് ക്രോമോസോംസ്. ഈ 23 pairs ഓഫ് ക്രോമോസോമിനകത്ത് 21st pair ഓഫ് ക്രോമോസോം ഇല്ലേ, അതിനകത്ത് ഒരു അബ്നോർമാലിറ്റി വരും, ഒരു ഇൻക്രീസ്. എന്നാന്ന് പറയുമ്പോൾ ഇത് 21st ക്രോമോസോം ആണെന്ന് വെച്ചു, ഇതൊരു ക്രോമോസോം, ഇത് 2 ക്രോമോസോം. ഇതൊരു നോർമൽ പേഴ്സന്റെ ക്രോമോസോമാണ്, ഒരു നോർമൽ പേഴ്സന്റെ ക്രോമോസോം. പക്ഷെ ഒരു ഡൗൺ സിൻഡ്രോം ഉള്ള ആളുടെ ക്രോമോസോം എന്ന് പറയുന്നത് ഇവിടെ ഒരെണ്ണം കൂടെ കാണും. 21st ക്രോമോസോമിൽ ഒരു എക്സ്ട്രാ 21st ക്രോമോസോം വരുവാന്ന് വെച്ചാൽ, ഓക്കെ, 21st പെയർ ഓഫ് ക്രോമോസോമിൽ നമ്മളൊരു അഡീഷണൽ കോപ്പി ഓഫ് ദ സെയിം ക്രോമോസോം കാണുവാണെങ്കിൽ അത് റിസൾട്ട്സ് ഇൻ ഡൗൺ സിൻഡ്രോം. ഓക്കെ, അത് റിസൾട്ട്സ് ഇൻ ഡൗൺ സിൻഡ്രോം. അപ്പൊ ഇതിനെയാണ് നമ്മൾ ട്രൈസോമി എന്ന് പറയുന്നത് അല്ലേ. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇതിനെയാണ് ട്രൈസോമി എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ പറയുന്നതാണ്, ചുരുക്കി പറയാം, ട്രൈസോമി ഓഫ് 21st ക്രോമോസോം. ട്രൈസോമി ഓഫ് 21st pair ഓഫ് ക്രോമോസോം. അങ്ങനെ ഇരുന്ന ഇതെന്തൊക്കെയാണ് ഇതിന്റെ കോസ്, ഇത് കോസ് ആണ് ഇപ്പൊ പഠിച്ചത്. അപ്പം ഇത് ഒരു ഇൻഡിവിജ്വലിൽ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ്ലി ഒരു ഷോർട്ട് സ്റ്റാച്ചർ ആയിരിക്കും ഉള്ളത്, ഷോർട്ട് ഹൈറ്റ്. ഇവര് വളരത്തില്ല, വളർച്ച ലിമിറ്റഡ് ആയിരിക്കും. അപ്പം സ്മോൾ റൗണ്ട് ഹെഡ്, ഇവർക്ക് സ്മോൾ റൗണ്ട് ഹെഡ് ആയിരിക്കും ഉള്ളത്. അത് അല്ലെങ്കിൽ ഫറോഡ് ടങ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഫ്ലഷി ആയിട്ടുള്ള ടങ്, സോഫ്റ്റ്, ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആയിട്ട് ഫ്ലഷി ആയിട്ടിരിക്കുന്ന ഒരു ടങ്. അതല്ലാതെ പാർഷ്യലി ഓപ്പൺഡ് മൗത്ത്. ഇവർക്ക് അവരുടെ ജോ ലൈൻ അത്രയും ഡെവലപ്ഡ് ആയി കാണത്തില്ല. സോ അവർക്ക് വാ അടയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. സോ partly opened mouth. Partly opened mouth. ഇവർക്ക് കൺജനിറ്റൽ ആയിട്ട് ഹാർട്ട് ഡിസീസ് വരാനും സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് ഡൗൺ സിൻഡ്രോം. ഡൗൺ സിൻഡ്രോം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് 2n+1 പ്ലോയിഡി ആണ് വരുന്നത്. 2n+1. അപ്പം 2n സാധാരണ ഒരു മനുഷ്യന്റെ പ്ലോയിഡി ആണല്ലോ, ഒരു സാധാരണ മനുഷ്യൻ ഡിപ്ലോയിഡാ. അപ്പം അതിൻ്റെ അകത്തേക്ക് ഒരു ക്രോമോസോമും കൂടെ വന്നു ചേരുമ്പോഴത്തേക്കുമാണ് അതിന് 2n+1 പ്ലോയിഡിന്ന് ആവുന്നത്. അപ്പം അതിനകത്ത് 46+1 47 ക്രോമോസോംസ് ഉണ്ടായിരിക്കും. ഓക്കെ,